കുറേ കാലത്തിന് ശേഷം ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി ബീഫ് കറിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് ബീഫ് വെക്കാമെന്ന് വിചാരിച്ചു. അതും ചതച്ച മുളകൊക്കെ ഇട്ട് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം നമുക്ക്. ഇത് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫുണ്ട്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചതച്ച മുളക് മാത്രമേ എനിക്ക് ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. മുളക് പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ഒരു 5-6 വിസിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും ഇട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ചെറിയുള്ളി മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉപ്പിട്ട് കൊടുത്താൽ അത് വേഗം വഴണ്ട് വരും. അങ്ങനെ അതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയെക്കാട്ടിലും ചെറിയ ഉള്ളിക്കാണ് ഏറ്റവും ടേസ്റ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ എല്ലാവരും എളുപ്പം നോക്കിയിട്ട് സവാളയാണ് എടുക്കാറുള്ളത്. ചെറിയ ഉള്ളിയാകുമ്പം അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ. പക്ഷേ ഞാനിവിടെ സവാള എടുത്തിട്ടില്ല. ഇച്ചിരി വലിയ ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് അത് വൃത്തിയാക്കി എടുക്കാൻ ഈസി ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ ചെറിയ ഉള്ളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, പിന്നെ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. നമ്മൾ പിന്നെ ഇവിടെ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചതച്ച മുളക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂപ്പിച്ച് ആ ഉള്ളിയൊക്കെ ഒന്ന് ചേർന്ന് ഒന്ന് വരണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതിൽ തന്നെ ആ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പിന്നീട് ചേർക്കേണ്ടി വന്നില്ല. അങ്ങനെ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അത് നമുക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ മതി. മീഡിയം ഫ്ലെയിമിലൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കണ്ട, ഓൾറെഡി വെന്തതാണ് ബീഫ്. എന്നാലും ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാം വെന്ത് ഒരുവിധം വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു 2-3 പച്ചമുളകും കൂടി ഞാനൊന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ലുക്കിന് വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ബീഫെല്ലാം വെന്ത് വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവർ നല്ലതാണ്. പച്ച വെളിച്ചെണ്ണയുടെ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നന്നായിരിക്കും. അങ്ങനെ അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടില്ല. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് വറ്റിച്ചാൽ മതി കേട്ടോ. എനിക്ക് ഇവിടെ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചതച്ച മുളകൊക്കെ ഇട്ട് വെച്ച നല്ല ബീഫ് ആയിരുന്നു. സൂപ്പറായിരുന്നു. ഇത് നമുക്ക് പഴംപൊരിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, അങ്ങനെ ഞാനൊന്ന് നോക്കി. അപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ. പഴംപൊരിയും ബീഫും എല്ലാവരും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടാകും. അപ്പം ഞാനൊന്ന് നോക്കിയത്, ആ പഴംപൊരി ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ ഞാനൊന്ന് അതും നോക്കി. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണും വരെ ബൈ. താങ്ക് യു.